ഹലോ, എൻ്റെ പേര് സാലിം എന്നാണ്. ഞാനൊരു ടീച്ചറാണ്, അധ്യാപകനാണ്. ഒരു 17-18 വർഷത്തോളമായി ഞാനൊരു കോച്ചിങ് സെൻറ്റർ നടത്തുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിലൊരു വലിയൊരു ആഗ്രഹമായിരിക്കുമല്ലോ അവർക്ക് ഒരു നല്ലൊരു വീട് വെക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായപ്പോൾ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആൾ. ഇതെൻ്റെ ബാപ്പയാണ്, പേര് കമാൽ. ഇപ്പം റിട്ടയർമെൻറ്റാണ്. അപ്പോൾ ഇങ്ങനെ വീട് പണിയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന കുറേ കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യും, ഇതെങ്ങനെ നമ്മൾ അവസാനത്തിലേക്ക് എങ്ങനെ എത്തിക്കും എന്നുള്ള കുറേ കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വീടിൻ്റെ ഒരു പ്ലാന് മാത്രമായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അപ്പം പ്ലാന് കിട്ടിക്കഴിഞ്ഞ ശേഷം പിന്നെ പെട്ടെന്ന് ഞാൻ പാപ്പനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പ്ലാനായി, നമുക്ക് വീട് പണി സ്റ്റാർട്ടാവാനും വല്ലാണ്ട് വൈകിക്കേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു 3Dയോ ഒരു ഇൻറ്റീരിയറോ ഒന്നിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല ഇതെങ്ങനെ. അപ്പം പാപ്പ പറഞ്ഞു, ആയിക്കോട്ടെ, നമുക്കെന്നാൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, എന്തായാലും ഇപ്പോൾ അധികം വൈകിക്കേണ്ട, എന്നാൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം, എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ സത്യത്തിൽ ഞാനെല്ലാം ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ പാപ്പ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ എല്ലാം ഓക്കെയാണ്, നമുക്കെന്നാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ഞാൻ കുറേ ഏകദേശം ഒരു ഐഡിയ ഒക്കെ, ഒരു 3D ഒക്കെ ഒരു ഐഡിയ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമും പിൻട്രസ്റ്റൊക്കെ വഴി ഉണ്ടാക്കി. പിന്നെ എന്നെ മുന്നിലേക്കുള്ള ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെ, ഇതിന് നല്ല വൃത്തിയിൽ എങ്ങനെ ഇത് അവസാനിപ്പിക്കാം, ഇതെങ്ങനെ തുടങ്ങി വെക്കുക എന്നുള്ളതായിരുന്നു. ഒരുപാട് പേരോട് അന്വേഷിച്ച് ഞാൻ അവസാനം എത്തിപ്പെട്ടത് രഞ്ജിത്ത് ഭായിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അതിനു മുമ്പ് ഞാൻ 1-2 വർക്കൊക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഞാൻ വിളിച്ച സമയത്ത് വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അദ്ദേഹം സംസാരിക്കുകയും ഇവിടെ വന്ന് നമ്മളോട് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മളെപ്പോലെ തന്നെ നമ്മളുടെ മനസ്സറിഞ്ഞ് വർക്ക് ചെയ്യാമെന്നറിയില്ലേ, അപ്പോൾ അതുപോലെ തന്നെ മനസ്സറിഞ്ഞ് വർക്ക് ചെയ്ത് വളരെ നല്ല നീറ്റായിട്ട്, നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇത് ഒരു ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്ത അതേ ഒരു ഫീൽ തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടും. അത് അത് തീർച്ചയായിട്ടും അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ രഞ്ജിത്ത് ഭായിക്ക് കൊടുക്കുകയാണ്. പക്ഷെ ബാക്കിയുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തതിനേക്കാൾ ഒരു പടി മുന്നിൽ നമ്മൾ പറയില്ലേ. അപ്പോൾ അത് ഓരോരുത്തരും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഫസ്റ്റായിട്ട് ചോദിക്കുക, ആരാണ് ഇൻറ്റീരിയർ ചെയ്തത്, ആരാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ കോൺടാക്ട്സ് കൊടുത്തിട്ടുമുണ്ട് രഞ്ജിത്ത് ഭായിയുടെ. അതിൽ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ബാപ്പയെ ഹാപ്പി അല്ലേ? പിന്നെ 100% ഹാപ്പിയാണ്. നമ്മുടെ രഞ്ജിത്ത് ഭായിൻ്റെ പണിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. ബാപ്പയും ഉമ്മയും വൈഫും, എനിക്ക് 2 മക്കളാണ്, അവരും ഹാപ്പിയാണ്. വന്ന് കാണുന്നവരെല്ലാം ആദ്യം തന്നെ ചോദിക്കുക, ആരാണ് ഇൻറ്റീരിയർ ചെയ്തത്, ആരാണ് ആർക്കിടെക്ചറും ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, ഇതിനൊരു ആർക്കിടെക്ചറും അങ്ങനെ ഒരു എൻജിനീയറും ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഇത് നമ്മളുടെ ഒരു ഐഡിയക്ക്, നമ്മളുടെ രഞ്ജിത്ത് ഭായി നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ച് അതിനേക്കാൾ ഒരുപാട് മുന്നോട്ട് ചിന്തിച്ചിട്ട്, ഒരു ദീർഘവീക്ഷണം എന്നൊക്കെ പറയും മലയാളത്തിൽ, ആ രീതിയിൽ ചിന്തിച്ച് ഓരോന്നും വൃത്തിയിൽ ഇങ്ങോട്ട് കുറേ ഐഡിയ സജസ്റ്റ് ചെയ്ത് തന്നു. അതെനിക്ക് ഇഷ്ടമായി. അത് കുറേ കാണിച്ചു തന്നു, അദ്ദേഹം ചെയ്ത കുറേ വർക്കുകൾ കാണിച്ചു തന്നു. അതെനിക്കും താല്പര്യമായി കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, നോക്കണ്ട, അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്തു. അവസാനം എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഭംഗിയായി മാറിയെന്നാണ്. അതിന് ഏകദേശം എന്തായാലും ഒരുപാട് നന്ദിയും കടപ്പാടും രഞ്ജിത്ത് ഭായിനോട് നമുക്കും നമ്മുടെ ഫാമിലിക്കും ഉണ്ട്.